നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലീക്കര ടോൾ പ്ലാസയിൽ കാർ യാത്രക്കാർ ടോൾ പ്ലാസ ജീവനക്കാരനെ മർദ്ദിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്ക് സ്നേഹയാത്രയൊരുക്കി. ചാലക്കുടി രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ ചാലക്കുടി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ 582 അപേക്ഷകൾ പരിഗണിച്ചു. പണവും ATM കാർഡ് തുടങ്ങിയ വിലപിടിച്ച രേഖകളടങ്ങിയ പേഴ്സ് തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. വാർത്തകൾ വിശദമായി. പാലീക്കര ടോൾ പ്ലാസയിൽ ടോൾ പ്ലാസ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാർക്കെതിരെ കേസെടുത്തു. പാലീക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെയാണ് പുതുക്കാട് പോലീസ് കേസെടുത്തത്. ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും പുതുക്കാട് SHO V. സജീഷ് കുമാർ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 സംഭവം. ഫാസ്ടാഗ് ഇല്ലാതെ എത്തിയ കാറിലെ യാത്രക്കാർ ടോൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ കല്ലൂർ ഞെള്ളൂർ സ്വദേശി നമ്പാടൻ വീട്ടിൽ ഡേവിഡ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബാരിക്കേഡ് തുറക്കാൻ ജീവനക്കാരൻ വിസമ്മതിച്ചതോടെ മുൻസീറ്റിലിരുന്ന യാത്രക്കാരൻ ക്ഷുഭിതനായി പുറത്തിറങ്ങി ഡേവിഡിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. മർദ്ദനം തുടർന്നതോടെ കാർ ഓടിച്ചിരുന്നയാൾ ഇറങ്ങി പിടിച്ചുമാറ്റി. കൂടുതൽ ടോൾ ജീവനക്കാർ എത്തുന്നത് കണ്ട് യാത്രക്കാർ ഓൺലൈനായി തുക അടച്ച് കാറുമായി കടന്നുകളഞ്ഞു. കാറിന്റെ നമ്പറും ടോൾ പ്ലാസയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളുമായി ടോൾ പ്ലാസ അധികൃതർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കുസൃതിക്കൂടാരം 25 എന്ന പേരിൽ നടത്തുന്ന സഹവാസ ക്യാമ്പ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രസമായിരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ നഷ്ടമായി, ക്യാമ്പ് എല്ലാവർക്കും നഷ്ടമായി. കുസൃതി കൂടാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നത് ഇതിലെന്ന് പഠിപ്പിക്കലൊന്നല്ല ഉണ്ടാവുക, നമുക്ക് കുറച്ച് പണികൾ രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? എന്നും നമ്മുടെ വീട്ടിലല്ലേ കളിക്കാറ്. ഇന്നൊരു ദിവസം സ്കൂളിലെ അധ്യാപകരുടെ കൂടെ കളിക്കാം. അങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം CD സിബി, പ്രധാന അധ്യാപിക MK ഡൈനി, മുൻ കൊടകര BPO K നന്ദകുമാർ, മുൻ പ്രധാന അധ്യാപകൻ സുരേന്ദ്രൻ, OSTA സെക്രട്ടറി രമേശ് K, SMC ചെയർമാൻ CM ബബീഷ്, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ TJ ഷീന എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കൊടകര GLPSൽ കുസൃതിക്കൂടാരം 2025 ദ്വിദിന സഹവാസ ക്യാമ്പിന് ഇന്ന് ആരംഭം കുറിച്ചു. നാടകക്കളരി, പ്രകൃതി പഠനയാത്ര, നാടൻ ഭക്ഷണം കുട്ടികളിൽ, സോപ്പ് നിർമ്മാണം, ചവിട്ടി നിർമ്മാണം, ഇങ്ങനെ വിവിധ സെഷനുകളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം കൊടകര ടൗണിൽ ശുചീകരണവും കൂടെ കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്. ക്യാമ്പിന്റെ ഭാഗമായി നിഖിൽ ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നാടകക്കളരിയും തുടർന്ന് സുരക്ഷിത ഭക്ഷണം കുട്ടികളിൽ എന്ന വിഷയത്തിൽ സജി കെ വേലുപ്പാടം നയിച്ച ക്ലാസും അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് നടത്തിയ സോപ്പ് നിർമ്മാണ പരിശീലനത്തിന് EK രാജലക്ഷ്മി നേതൃത്വം നൽകി. തുടർന്ന് പ്രകൃതി പഠനയാത്രയും ഉണ്ടായി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്ക് സ്നേഹയാത്ര നടത്തി. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച യാത്ര കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ ഷാജു, ജോയ് നെല്ലിശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് യാത്രയെ നയിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വമാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉൾപ്പെട്ട
അവശരായ ആളുകൾക്ക് ഒരു ഉല്ലാസയാത്ര നമ്മളെല്ലാ കാലവും ചെയ്യാറുണ്ട്. കുറച്ചു കാലമായിട്ട് നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള മഴ അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് യാത്ര ഒഴിവാക്കേണ്ടി വന്നത്. വീണ്ടും നമ്മളിനി ആരംഭിക്കുകയാണ്. ഇനി തുടർന്ന് വരുന്ന എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നമുക്ക് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ പോവുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്ന യാത്രകൾ സങ്കല്പിക്കുകയാണ്. ചാലക്കുടി രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ ചാലക്കുടി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ 582 അപേക്ഷകൾ പരിഗണിച്ചു. ഓൺലൈനായി 321 അപേക്ഷകളും നേരിട്ട് 261 അപേക്ഷകളും ലഭിച്ചു. ഓൺലൈനായി ലഭിച്ച 321 അപേക്ഷകളിൽ 182 അപേക്ഷകൾ പരിഗണിച്ചു. 114 അപേക്ഷകർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെ നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിച്ചു. 261 അപേക്ഷകൾ പുതിയതായി സ്വീകരിച്ചു. 35 അപേക്ഷകർ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചു. അദാലത്തിൽ മന്ത്രിയോടൊപ്പം MLA-മാർ, ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ADM, സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ, വിവിധ വകുപ്പുകളിലെ ഉന്നതതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. അംഗീകൃത അറവുശാലകളിൽ നിന്ന് അറക്കാത്ത മാംസങ്ങൾ പിടികൂടി. ശനിയാഴ്ച പുലർച്ചെയാണ് മത്സ്യമാർക്കറ്റിൽ നിന്നും മാംസങ്ങൾ പിടിച്ചെടുത്തത്. ഒല്ലൂർ, പടവരാട്, അയ്യന്തോൾ, പനമുക്ക്, വടൂക്കര തുടങ്ങി കോർപ്പറേഷന്റെ വിവിധ സ്ഥലങ്ങളിലാണ് ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന നടന്നത്. 4120 കിലോ മാംസം പിടിച്ചെടുത്തതായി അധികൃതർ പറഞ്ഞു. അറവുശാലയിൽ അറക്കാതെ സ്വയം മാർക്കറ്റിൽ വെച്ച് അറക്കുന്നുവെന്ന് നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധനയിൽ ചത്ത പോത്തുകളെ അറക്കുന്നത് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് അറിയിച്ചു. പിടിച്ചെടുത്ത മാംസം നശിപ്പിച്ചു കളയുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ കൈവരിയിൽ നിന്നിരുന്ന ദിശാ ബോർഡിലേക്ക് ഇടിച്ചുകയറി. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ ദിശാ ബോർഡിലേക്കാണ് ഇടിച്ചുകയറിയത്. കാർ തോട്ടിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കാറിന്റെ ഒരു വശത്തെ ചക്രങ്ങൾ തോട്ടിലേക്ക് വീഴുന്ന നിലയിലായിരുന്നു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്ത് നിന്ന് കല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലത്തിന് മുൻപുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ ദിശാ ബോർഡിൽ ഇടിച്ച ശേഷം പാലത്തിന്റെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ചുനിന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പണവും ATM കാർഡ് തുടങ്ങി വിലപിടിച്ച രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. കൊടകര മരത്തോമ്പിള്ളി സ്വദേശി അഴകത്ത് വീട്ടിൽ സലീഷാണ് പേഴ്സ് തിരികെ നൽകി മാതൃകയായത്. സലീഷ് ഇന്ന് രാവിലെ സവാരിക്കിടയിൽ യാത്രക്കാരുടെ ആരുടെയോ പേഴ്സ് നഷ്ടപ്പെട്ടത് കണ്ടെത്തി. തുടർന്ന് പേഴ്സ് കൊടകര പോലീസിൽ ഏൽപ്പിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ പേഴ്സ് തിരികെ ഏൽപ്പിച്ചു. തിരുമുടിക്കുന്ന് PSHSSന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാഹനമോടിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് തിരുമുടിക്കുന്ന് PSHSS സ്കൂളിന്റെ നേതൃത്വത്തിൽ റോഡ് സേഫ്റ്റി ക്ലാസ് നടത്തിയത്. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 9-8 വാർഡ് ഗ്രാമസഭയിൽ നടത്തിയ ക്ലാസിന് SAMS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ നിഖിൽ അശോക്, സുജയ് കൊച്ചുനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വാർഡ് മെമ്പർമാരായ ലിജോ ജോസ്, ബിജോയ് വർഗീസ്, ഹരിതകർമ്മസേന കോർഡിനേറ്റർ രമ്യ, അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ ബേബി TD, തിരുമുടിക്കുന്ന് PSHS സ്കൂൾ അധ്യാപിക CG ജോസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ഡിയോൺ ജിബി, ആരോൺ KS, ആൽബിൻ ജേക്കബ്, അലൻ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. കുറ്റുകാരൻ ഗ്രൂപ്പ്, SCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗ് പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സിഗ്നൽ പോസ്റ്റ് നമ്മൾ ജംഗ്ഷൻസ് പോയി കഴിഞ്ഞാൽ 2 സിഗ്നൽ പോസ്റ്റ് ഉണ്ടാവും. അപ്പുറത്തെ സിഗ്നൽ ഉണ്ടാവും, ഇപ്പുറത്തെ സിഗ്നൽ പോസ്റ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ സിഗ്നൽ പോസ്റ്റിന് മുമ്പായിട്ട് വേണം നമ്മൾ എന്ത് നിർത്താൻ, നമ്മുടെ വാഹനത്തിന് നമ്മൾ നിർത്താൻ. മഞ്ഞ കണ്ടാ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ വെയിറ്റ് ചെയ്താൽ മതിയോ? സ്ലോ ചെയ്ത് പോണോ? നമ്മുടെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കയ്യടി. നമ്മൾ മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ പല പ്രായമുള്ള ആൾക്കാരും പറയുന്നത് ശ്രദ്ധിച്ച് പൊക്കോളൂ എന്നാ പറയാറുള്ളത്. അല്ലെങ്കിൽ മഞ്ഞ കണ്ടാൽ നമുക്ക് അലാറാണ്, അടുത്തത് ഇപ്പൊ ചുമപ്പ് വരൂടാ, ചവിട്ടി വിട്ടോടാ എന്നുള്ള അലാറായിരുന്നു നമുക്ക് പലർക്കും. ആ കൊച്ചുകുട്ടി അങ്ങനെ ആദ്യം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് തന്നെയാണ് ഉത്തരം. വെയിറ്റ് ചെയ്യാനല്ല ഉത്തരം, സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയാണ്. അടുത്ത സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഉത്തരം. ആക്ഷൻ പ്ലാൻ ലേബർ ബജറ്റ് അംഗീകരിക്കൽ 2024-25 വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് സാധൂകരണം മാലിന്യമുക്ത നവകേരളം. ഇങ്ങനെ 6 അജണ്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാമസഭ എന്നിവിടെ കൂടുന്നത്.
നമ്മളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ വിജയ് മെമ്പർ സൂചിപ്പിച്ചു. നമുക്ക് ഈ ഗ്രാമസഭയുടെ പ്രധാന അജണ്ട എന്ന് വെച്ചാൽ 2025 ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. പാലീക്കര ടോൾ പ്ലാസയിൽ കാർ യാത്രക്കാർ ടോൾ പ്ലാസ ജീവനക്കാരനെ മർദ്ദിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്ക് സ്നേഹയാത്രയൊരുക്കി. ചാലക്കുടി രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ ചാലക്കുടി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ 582 അപേക്ഷകൾ പരിഗണിച്ചു. പണവും ATM കാർഡ് തുടങ്ങിയ വിലപിടിച്ച രേഖകളടങ്ങിയ പേഴ്സ് തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.